ഡേ 4 ഓഫ് റീബിൽഡിംഗ് മൈസെൽഫ്. അപ്പൊ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഡോപ്പമൈനെ കുറിച്ചാണ്. ഡോപ്പമൈനായിട്ട് സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ കെമിക്കൽ ആണ്. വേറെയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമൈൻ ഈസിക്കൽ ടു മോട്ടിവേഷൻ ഈസിക്കൽ ടു ഫോക്കസ്. അതായത് ഡോപ്പമൈന്റെ ഇത് നമ്മുടെ ഹൈ ആണെങ്കിൽ മാത്രമേ ഡോപ്പമൈൻ പ്രൊഡക്ഷൻ നമ്മുടെ ബ്രെയിനിൽ ഹൈ ആണെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട് ഫോക്കസ്ഡ് ആൻഡ് മോട്ടിവേഷൻ ആൻഡ് ഡിസിപ്ലിൻ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണ്. ഇനിയും പറയുകയാണെങ്കിൽ ഡോപ്പമൈൻ്റെ ലെവല് നിങ്ങളുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലേസി ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആങ്കർ വരും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് വരും, പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് അൺമോട്ടിവേറ്റഡ് ആയിരിക്കും. സോ ഡോപ്പമൈൻ ലെവല് നമ്മൾ എപ്പോഴും ആ ഒരു ഹൈ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ വേണ്ടത് വെക്കണം. കാരണം ഡോപ്പമൈൻ ഉണ്ടാവുന്നത് എന്താ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ പോൺ വീഡിയോസ് കാണുക, പോൺ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ ഡോപ്പമൈൻ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ സിഗരറ്റ് വലിക്കുകയാണ്, അപ്പോഴും നിങ്ങളുടെ ഡോപ്പമൈൻ റിലീസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ജങ്ക് ഫുഡ് കഴിക്കുകയാണ്, അപ്പോഴും നിങ്ങളുടെ ഡോപ്പമൈൻ റിലീസ് ഭയങ്കരമായിരിക്കും. സോ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു കംഫേർട്ട് തരുന്ന സംഭവങ്ങൾ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഡോപ്പമൈൻ റിലീസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആവുന്നത്. സോ അത് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പോലെ ഒരു സംഭവമാണ്. പെട്ടെന്ന് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും, പെട്ടെന്ന് ആ ഒരു സുഖം മാറും. പക്ഷെ നമുക്ക് ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഡിസിപ്ലിൻ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം, ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം, മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോപ്പമൈനെ നിങ്ങൾ എപ്പോഴും ഹൈ ആക്കി വെക്കണം. അങ്ങനെ എപ്പോഴും ഹൈ ആക്കി വെക്കണമെങ്കിൽ അത് ഇച്ചിരി പാടാണ്. കാരണം നമ്മുടെ ഡോപ്പമൈൻ ഇപ്പം നല്ലതുപോലെ ഫക്ഡപ്പായി കിടക്കുകയാണ്. കാരണം നമ്മൾ റീൽസ്, പോൺ വീഡിയോസ്, സിഗരറ്റ് വലി, മദ്യപാനം, കള്ളുകൂടി, പിന്നെ അതും ഇതൊക്കെ കൂടുതൽ നമ്മൾ ഡോപ്പമൈൻ ഇവിടെ നിൽക്കുന്ന ഡോപ്പമൈൻ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ്. സോ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഡോപ്പമൈനെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോപ്പമൈൻ ഡീറ്റോക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യണം. ഈ ഡോപ്പമൈൻ ഡീറ്റോക്സ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്, വിചാരിക്കുന്നതിനെക്കാളും പാടാണ്. കാരണം ഞാൻ റീബിൽഡിംഗ് മൈസെൽഫ് തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ദിവസം ഡോപ്പമൈൻ ഡീറ്റോക്സ് കുറെ കാര്യം ചെയ്തു. സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു 5-6 സ്റ്റെപ്പ് ഫോളോ ചെയ്തു. ഒന്ന്, പാട്ട് കേൾക്കാൻ പാടില്ല. രണ്ടെന്ന് പറയുന്ന കാര്യം, ഫോൺ ആരെങ്കിലും കോൾ ചെയ്യാനല്ലാതെ ഫോൺ എടുക്കാൻ പാടില്ല, വാട്സപ്പ് മെസ്സേജ് നോക്കാൻ പാടില്ല, സ്റ്റാറ്റസ് നോക്കാൻ പാടില്ല, ഇൻസ്റ്റയിൽ റീൽസ് കാണാൻ പാടില്ല, യൂട്യൂബിൽ കയറി വീഡിയോസ് കാണാൻ പാടില്ല. മൂന്നാമത്തേന്ന് പറയുന്നത് ബുക്ക് വായിക്കാൻ പാടില്ല. പിന്നെ എന്റെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള എൻജോയ്മെന്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു തരത്തിൽ എനിക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തരുന്ന ആ ഒരു സംഭവങ്ങളൊന്നും, ഇൻസ്റ്റന്റ് സുഖം തരുന്ന സംഭവങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യാൻ പറയുന്നു, മധുരമുള്ള ഒരു ഫുഡ് പോലും കഴിക്കാനായിട്ട് എനിക്ക് അനുവാദമില്ലായിരുന്നു. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആയിരുന്നു. ഞാൻ വെറുതെ ഒരിടത്ത് പോയങ്ങിരുന്നു, കുറെ നേരം ഇരുന്നു, കുറെ നേരം അത് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ കിളി മാറി. ഫോൺ എടുക്കണം, ഫോൺ എടുത്തേ പറ്റുമോ, എന്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കാനോ പാട്ട് കേൾക്കാനോ ഇങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ ഒരു സംഭവം അങ്ങ് ചെയ്തു, ഇറങ്ങി വെളിലോട്ട് കടന്നു. അപ്പോഴത്തേക്ക് ഒരു 10-10:30 11 മണിയായി. അപ്പോഴത്തേക്ക് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്കിലായിരുന്നു നമ്മുടെ ഫുള്ള് ശ്രദ്ധ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ പണി കിട്ടി. അപ്പോഴും ഞാൻ അറിയാതെ ഞാൻ ഫോൺ എടുത്തിങ്ങനെ ഇൻസ്റ്റ എടുത്തിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഓർത്ത് അയ്യോ ഞാൻ ഡോപ്പമൈൻ ഡീറ്റോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റ് വെച്ച്. എന്നിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ, ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ മൈൻഡ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ക്ലിയർ. ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ മൈൻഡിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അന്നത്തെ ദിവസം വൈകുന്നേരം വന്നപ്പോ എനിക്കറിയാം എന്തെന്നറിയത്തില്ല, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട്, എനിക്ക് തോന്നുന്നതാണോ നടത്തില്ല, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്നു. എനിക്ക് ഒരുപാട് മൈൻഡിൽ ഇങ്ങനെ ഒരുപാട് പ്ലഷർ ഒന്നും ഇല്ലാതെ ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കുന്നു. രാത്രി വീഡിയോ ടോപ്പിക് ഒക്കെ എഴുതായിരുന്നു കഴിഞ്ഞപ്പം, എപ്പോഴും ഞാൻ വീഡിയോ ടോപ്പിക് എഴുതാതിരിക്കുമ്പോൾ എനിക്ക് ഒരു മോട്ടിവേഷനും കാണത്തില്ല, അങ്ങ് ചെയ്യണമല്ലോ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ വീഡിയോ ടോപ്പിക് എഴുതാതിരുന്നപ്പോൾ എനിക്ക് അന്യമായ മോട്ടിവേഷൻ. ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് തകർക്കും, ഞാൻ സ്ക്രിപ്റ്റ് വരി എഴുതാൻ തുടങ്ങും. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു ഫോൺ നോക്കണം, റീൽ നോക്കണം, സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് ആ ഒരു മോട്ടിവേഷൻ അത്രയും കിട്ടാറുമില്ല, ഇത്രയും ഡീസെന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാറുമില്ല. അപ്പോ എനിക്ക് ഈ ഒരു ഡോപ്പമൈൻ ഡീറ്റോക്സ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും മോട്ടിവേഷൻ തരാതിരിക്കുകയാണ്, ഒന്നും തന്നെ ചെയ്യാനായിട്ട് തോന്നുന്നില്ല, എല്ലാ കാര്യം വിചാരിച്ചാലും അപ്പോഴെല്ലാം നിങ്ങൾക്ക് ലേസിയാണ്, നിങ്ങൾ മടിയാണ്, ചെയ്യണമെന്ന് മനസ്സിൽ കാണും പക്ഷെ ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ മെയിൻ കാരണം നമ്മൾ വേറൊരു ലോകത്തിലാണ്. നമ്മുടെ ഡോപ്പമൈൻ എന്ന് പറയുന്ന സംഭവം വളരെ താഴെയായിരിക്കും. സോ നമ്മൾ ഈ ഒരു ഡോപ്പമൈനെ ഹൈ ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മൾ
വർക്ക് ചെയ്യണോ നമുക്ക് സബ് കോൺഷ്യസ്ലി അറിയാൻ പറ്റും. പക്ഷെ കോൺഷ്യസ്ലി നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യത്തില്ല, നമ്മൾ ട്രൈ ചെയ്യത്തില്ല. കാരണം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ പെട്ടിരിക്കുകയാണ്. സോ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ മാറ്റിയാൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് പറ്റത്തുള്ളൂ. സോ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മാറണമെന്നുണ്ടെങ്കിൽ ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്യണം. ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കുറെ നേരത്തെ നിർത്തി വെക്കണം. സിമ്പിൾ, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഇത് ഭയങ്കര പാടാണ്. നിങ്ങൾ ഒരു ഒറ്റ വട്ടെങ്കിലും ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ട് കേൾക്കാതിരിക്കുക, ഫോൺ കോൾ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുക, വാട്സ്ആപ്പ് മെസ്സേജ് നോക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ റീല് കാണാൻ ഷാർട്സ് കാണാൻ ഒന്നിനും വേണ്ടി ഉപയോഗിക്കരുത്. യൂട്യൂബ് കാണാതിരിക്കുക, ബുക്ക് വായിക്കാതിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസത്തേക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതായത് ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെയധികം ഈസി ആയിരിക്കും. ആ ഹാർഡ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മുടിഞ്ഞ മോട്ടിവേഷൻ ആയിരിക്കും. സോ നിങ്ങളുടെ മോട്ടിവേഷനും നിങ്ങളുടെ ഫോക്കസും ഒക്കെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോപ്പമൈൻ ഡീറ്റോക്സ് എന്ന് പറയുന്ന സംഭവം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം.